തിരുവനന്തപുരം തുമ്പയിൽ തീരത്ത് ചാക്കുകെട്ടുകൾ അടിഞ്ഞു എന്നൊരു സംഭവം കൂടി ഇന്നുണ്ട്. കണ്ടെയ്നറിൽ നിന്ന് വീണതാണ് എന്നാണ് വ്യക്തമാകുന്നത്. പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസും കണ്ടെയ്നറിന്റെ മെറ്റൽ ഭാഗങ്ങളുമാണ് അടിഞ്ഞത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേർന്നിട്ട്. ഹരി, തെക്കോട്ടാണ് കടലിന്റെ ഒഴുക്ക് വലിയ തോതിൽ ഉള്ളത് എന്നാണ് ആലപ്പുഴയിൽ നിന്ന് രഘു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് എത്തുന്നു. ഇവിടെ എത്തിയ വസ്തുക്കൾ എന്താണ് എന്ന് നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു? ഈ വർക്കലയിലും ഒപ്പം തന്നെ അഞ്ചുതെങ്ങ് ഭാഗങ്ങളിലും ഈ സാധനങ്ങളെല്ലാം തന്നെ തീരത്തടിഞ്ഞതിന് പിന്നാലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയൊക്കെ ആളുകൾ എത്തി അത് പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ കാറ്റിന്റെ ഒരു ദിശ അനുസരിച്ച് ഈ അഞ്ചുതെങ്ങ് ഭാഗത്ത് നിന്ന് തുമ്പ ഭാഗത്തേക്കാണ് ഈ സാധനങ്ങൾ ഒഴുകിയെത്തിയത്. ഒപ്പം തന്നെ കണ്ടെയ്നറുകളും ഒഴുകിയെത്തിയത് ആ ഭാഗത്തേക്കാണ്. അവിടെ നിന്ന് ഏകദേശം ശംഖുമുഖം വഴി ഒരുപക്ഷെ വിഴിഞ്ഞത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ചിലർ കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ചിലർ പ്രവചിക്കുന്നുണ്ട്. അതായത് കാറ്റിന്റെ ദിശ അങ്ങനെയാണ്. കടല് അല്പം ക്ഷോഭിച്ചിട്ടുണ്ട്. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ തിരമാല കടലിൽ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് രൗദ്രഭാവത്തിലാണ് കടലുള്ളത്. അതുകൊണ്ട് തന്നെ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് ശംഖുമുഖം ഭാഗത്തേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മുടെ അഞ്ചുതെങ്ങ് ഭാഗത്തും തുമ്പ ഭാഗത്തും ഒക്കെ നമ്മൾ കണ്ട ആ പോളിത്തീൻ സാധനം, അതായത് ചാക്കുകെട്ടുകൾ വന്ന് കരക്കടിഞ്ഞല്ലോ, ആ സാധനങ്ങൾ പലതും കേടുപാടുകൾ സംഭവിച്ച് അതിൽ നിന്നുള്ള വസ്തുക്കൾ, അതിനകത്തുള്ള ആ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തു, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കടലിൽ കലർന്നിട്ടുണ്ട്. അതായത് ആ ദൃശ്യങ്ങളിൽ കാണാം, തിരമാല വരുമ്പോൾ ആ വെള്ളത്തിനൊപ്പം തന്നെ തുരുതുരാന്ന് തരികളായി അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സാധനം തന്നെയാണ് ഞാൻ അഞ്ചുതെങ്ങ് ഭാഗത്തും കണ്ടത്. അത് നമുക്ക് ഈ കടലിൽ അത് ചാക്കുകെട്ടുകൾ നശിച്ച് പൊട്ടി കടലിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനർത്ഥം ആ ഒരുപാട് ചാക്കുകെട്ടുകൾ അതുപോലത്തെ ഉണ്ടായിരുന്നു. ഒരു ചാക്കുകെട്ട് എന്ന് പറയുന്നത് 25 കിലോയാണ്. അത്തരത്തിലുള്ള ഒരുപാട് ചാക്കുകെട്ടുകൾ ഉണ്ടായിരുന്നു ആ കണ്ടെയ്നറിനുള്ളിൽ. പലതും നാശം സംഭവിച്ചിട്ടുണ്ട്. അത് പൊട്ടി ആ സാധനങ്ങളെല്ലാം കടൽ വെള്ളത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് മനുഷ്യന് മറ്റ് കേടുപാടുകൾ സംഭവിക്കുന്നതോ മനുഷ്യനെ ദോഷകരമായി ബാധിക്കുന്നതോ ഒന്നല്ല എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ട് അവരെത്തിയ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് കടൽ വെള്ളത്തിലായ സ്ഥിതിക്ക് കടലിലെ മത്സ്യങ്ങളെയോ മത്സ്യസമ്പത്തുകളെയൊക്കെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇനി നമ്മൾ അറിയാനിരിക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ കാറ്റിന്റെ ഒരു ദിശ അനുസരിച്ച് ശംഖുമുഖം ഭാഗത്തേക്ക് നേരത്തെ ഞാൻ വന്നു നിന്ന സമയത്ത് ഈ കണ്ടെയ്നറിന്റെ ഭാഗങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന ചില സാധനങ്ങളൊക്കെ കടലിലൂടെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വലിയതുറ ഭാഗത്തേക്കാണ് പോയത്. വലിയതുറ വിഴിഞ്ഞം ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. ഭാഗങ്ങൾ അതിലെ കണ്ടെയ്നർ അത് തെക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നതാണ് വിവിധയിടങ്ങളിൽ നിന്ന് രാവിലെ മുതൽ വരുന്ന വിവരങ്ങൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് ഹരി അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത്. കടലിൽ കലർന്ന നിലയിലാണ് രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ളത്.